മോളെ ഒരു സാരി ഉടുക്കായിരുന്നില്ലേ? എനിക്കൊന്നും വയ്യ സാരി ഉടുക്കാൻ. കാണുമ്പോ അവർക്കൊരു ഇഷ്ടമൊക്കെ തോന്നണ്ടേ? ആ, ഇങ്ങനെ കാണുന്നവര് കണ്ടാൽ മതി. എനിക്കിത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് ഓഫീസിലും കുറെ സ്ഥലങ്ങളിൽ പോകാനുള്ളതാ. അതെ, ഒരുക്കൊക്കെ മതി, അവരെങ്കിലും എത്തി. ഇറങ്ങാൻ നോക്കും. ആ വരൂ, വരാം, കയറി വരാം. ഇതാണ് എൻ്റെ മകൻ. ഇതെൻ്റെ അനിയൻ. ഇത് ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ മകനായിട്ട്. ഇവൻ്റെ അമ്മ മരിച്ചിട്ട് 9 വർഷമായി. ഞാൻ ഈ എം എൻ നമ്പ്യാർ, അമ്മാവനാ. മോനെന്ത് ചെയ്യണു? ഞാനും ടെക്നോ പാർക്കിൽ അങ്കിൾ. ഓ, അവിടെ വെച്ചായിരിക്കും സുമയായിട്ടുള്ള പരിചയം അല്ലേ? അല്ല, നമുക്ക് സമയം കളയണ്ടെന്ന അവരെ വിളിക്കാം. ഓ മോളെ, ആ ചായ എടുത്തോ. ആ മോളെ, ദേ ചായ കൊടുക്ക. ഞാൻ ചായ കുടിക്കില്ല. ഞാൻ ഭാര്യ ഉണ്ടാക്കുന്ന ചായ മാത്രമേ കുടിക്കാറുള്ളൂ. മോളുടെ പേരെന്താ? സുമലത. ഇത് എൻ്റെ അമ്മ ഷീല. കാര്യങ്ങൾ തുറന്നു പറയുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ അല്ലേ? അച്ഛൻ മരിച്ചിട്ട് 15 വർഷമായി. അതിനുശേഷം എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അതിൻ്റെ സാമർത്ഥ്യം അവൾക്കുണ്ട്. ഇപ്പം അവൾക്ക് ജർമ്മനിയിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് കല്യാണക്കാരത്തെ ധൃതിയിൽ നോക്കണം. ഇവള് പോണേക്കാളും മുമ്പ് ആ കല്യാണങ്ങൾ നടത്തണം. അല്ല, കല്യാണം ഉറപ്പിക്കാൻ വരട്ടെ. ആദ്യം ഈ ചെറുക്കനും പെണ്ണൊന്ന് സംസാരിക്കട്ടെ. അവരാണല്ലോ ഒരുമിച്ച് ജീവിക്കണ്ടേ. ആ, അങ്ങനെ ആവട്ടെ. ഇപ്പം അങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ. ലാലേ, കല്യാണം മിക്കവാറും പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല ചെറിയച്ച, ഇവരെന്തായിരിക്കും ഇപ്പൊ സംസാരിക്കണ്ടാവുക? അത് അതിപ്പോ ഷുഗർ എത്രയുണ്ട്, കൊളസ്ട്രോൾ എത്രയുണ്ട്, BP. അതെ, തൈലം, വാദം, അങ്ങനെ കുറെ ഉണ്ടല്ലോ. ഷീലയ്ക്ക് തണുപ്പ് പ്രശ്നമുണ്ടോ? അതെന്ത് സത്യത്തെ അങ്ങനെ ചോദിച്ചേ? അല്ല, ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ കുളുമണാലിയാണ്. എനിക്ക് തണുപ്പ് പ്രശ്നമില്ല. എനിക്കൊരാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരൂ. പറ. എനിക്ക് JCB ഓടിക്കണം. വയസ്സാം കാലത്ത് ഒരു കല്യാണം, ഓരോരോ കോപ്രായങ്ങള്. അമ്മാവാ, അമ്മാവന് പറ്റിയൊരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.